കൊച്ചിയിൽ മൂന്നാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രഹസ്യ ഗ്രൂപ്പ് യോഗം. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് യോഗം ചേരരുത് എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്നായിരുന്നു നേതാക്കൾ പങ്കെടുത്ത ഗ്രൂപ്പ് യോഗം. ഇതിനെതിരെ മറുവിഭാഗം ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന മൂന്നാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചിയിൽ രഹസ്യ ഗ്രൂപ്പ് യോഗം. രാവിലെ ഹോട്ടൽ വൈറ്റ് ഫോർട്ടിൽ നടന്ന യോഗത്തിൽ എംപിമാരായ കെ സുധാകരൻ, കെ സി വേണുഗോപാൽ എന്നിവർക്കൊപ്പം ജോസഫ് വാഴയ്ക്കൻ, സി എൻ ബാലകൃഷ്ണൻ, എൻ വേണുഗോപാൽ, അജയ് തറയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ായാണ് മൂന്നാം ഗ്രൂപ്പ് നേരത്തെ KSU സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിനൊപ്പം നാലാം ഗ്രൂപ്പിനെ കൂടി ചേർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കമാണ് മൂന്നാം ഗ്രൂപ്പ് ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഗ്രൂപ്പ് യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. ഇതിലേക്ക് കോർഡിനേറ്റർമാരായി M. ലിജു, KP അനിൽകുമാർ, VK ശ്രീകണ്ഠൻ, ദീപ്തി മേരി വർഗീസ്, അജയ് മോഹൻ, MM നസീർ എന്നിവരെ യോഗം തീരുമാനിച്ചു. 3 മണിക്കൂറോളം നീണ്ട യോഗത്തിൽ 15 പേരാണ് പങ്കെടുത്തത്. അതിനിടെ രഹസ്യയോഗത്തിന്റെ വിവരമറിഞ്ഞ് ഹോട്ടലിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ച് നേതാക്കളെല്ലാം പിൻവാതിലിലൂടെ കാറിൽ കയറി പുറത്തേക്ക് പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസും മൂന്നാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് യോഗം ചേരരുത് എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്ന് എംപിമാർ തന്നെ യോഗത്തിന് നേതൃത്വം കൊടുത്തതിനെതിരെ മറുപക്ഷം രൂക്ഷമായ വിയോജിപ്പുമായി രംഗത്തു വന്നിട്ടുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി. വിദേശകാര്യ സഹമന്ത്രി